അസ്സാം വലൈക്കും വരഹമത്തുള്ള. നമ്മുടെ കൂടെ ഇന്നുള്ളത് ബഹുമാനായ നവാസ് അൻവാരിയാണ്. ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കാറുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായിട്ടുള്ള ചോദ്യം, ആരാണ് യഥാർത്ഥത്തിൽ ഉദ്ഹിയത്ത് നിർവഹിക്കേണ്ടത്? അതിൽ സ്ത്രീകൾക്ക് ചേരാൻ സാധിക്കോ, പാടുണ്ടോ? സാമ്പത്തികമായിട്ട് ശേഷിയുള്ളതെന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അപ്പം അതിൽ ഈ കടം വാങ്ങിക്കൊണ്ട് ഉദ്ഹിയത്ത് നിർവഹിക്കുന്നത് അനുവദനീയമാണോ? അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉളുഹിയ്യത്ത് കർമ്മം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ഒരു സുന്നത്താകുന്നു. അബൂബക്കർ റളിയല്ലാഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, പിന്നീട് താബിഈങ്ങളിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ഇമാം ഷാഫി അടക്കമുള്ള ആളുകൾ പ്രബലമായ സുന്നത്തായിട്ട് ഉളുഹിയത്ത് കർമ്മത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഉളുഹിയത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് സാമ്പത്തിക ശേഷിയുള്ള, തൻ്റെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഏതൊരാൾക്കും ഉളുഹിയത്ത് കർമ്മത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന തിരുവചനമായിട്ട് കാണാം, ശേഷിയുള്ള മൻകാന ലഹു സഅ, ആർക്ക് സഅത്ത് വിശാലതയുള്ളവൻ, സാമ്പത്തികമായി ശേഷിയുള്ളവൻ, അവൻ ഉളുഹിയത്ത് കർമ്മത്തിൽ നിന്ന് ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാതെ പിൻവാങ്ങുന്നുവെങ്കിൽ അവൻ അവൻ്റെ നമസ്കാരവുമായിട്ട് അള്ളാഹുവിൻ്റെ അരികിലേക്ക് അവൻ വരേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന തിരുവചനം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ശേഷിയുള്ള, ഭദ്രതയുള്ള ഏതൊരു മുസ്ലിമും ഉളുഹിയത്ത് കർമ്മത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. സ്ത്രീകളും അതിന് സാധ്യമാകുന്ന ആളുകൾ അവരുടെ കുടുംബത്തിൽ ഭർത്താവിന് ഉളുഹിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെങ്കിലും ഭാര്യയ്ക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തന്നെ ഒരു ഷെയറായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു ഉളുഹിയത്ത് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇസ്ലാം അത് പ്രബലമായ സുന്നത്തായി പഠിപ്പിക്കുന്നുണ്ട്. ഇനി സാമ്പത്തികമായിട്ട് ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാൻ പറ്റുന്ന ഒരാൾ, എന്നാൽ ഉളുഹിയത്ത് കർമ്മത്തിൻ്റെ ആ സമയമെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതയില്ലാതിരിക്കുകയും കടമുള്ള അല്ലെങ്കിൽ കടം വാങ്ങിക്കൊണ്ട് അത് നിർവഹിക്കാൻ പറ്റുമോ എന്നൊക്കെ സമൂഹത്തിൽ ചോദ്യമുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ആ സമയത്ത് ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല, എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ തനിക്ക് കടം വാങ്ങി നിർവഹിച്ചാൽ അത് വീട്ടുവാനുള്ള സാമ്പത്തിക ശേഷിയും സ്ഥിര വരുമാനമൊക്കെ ഉള്ള ആളാണ്. ആ സന്ദർഭത്തിൽ പണമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കടം വാങ്ങിയിട്ട് ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാവുന്നതാണ്. എന്നാൽ കടം ഒരിക്കലും തിരിച്ചു വീട്ടാൻ കഴിയാത്ത, അതിന് ശേഷിയില്ലാത്ത, ബാധ്യതയുള്ള ഒരു വ്യക്തി, ആദ്യമേ സാമ്പത്തിക ബാധ്യതയുള്ള ഒരാൾ പിന്നീട് കടം വാങ്ങിക്കൊണ്ട് ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കേണ്ടതില്ല. എന്നാൽ സാമ്പത്തിക ശേഷിയുള്ളൊരു വ്യക്തി ആ സമയത്ത് അദ്ദേഹത്തിന് പണം നൽകാനുള്ള അവസരമോ സാഹചര്യമോ ഇല്ലാതിരിക്കുകയും എന്നാൽ പിന്നീട് അത് കടം പൂർണ്ണമായും തിരിച്ചു കൊടുക്കാൻ ശേഷിയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കടം വാങ്ങിക്കൊണ്ട് തന്നെ ഉളുഹിയത്ത് കർമ്മത്തിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഉദ്ഹിയത്തിന് അറുക്കാൻ തിരഞ്ഞെടുക്കുന്ന ഉരുവുമായി ബന്ധപ്പെട്ടാണ്. ഉദ്ഹിയത്തിന് അറുക്കാനുള്ള ഉരുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏതെല്ലാം ഉരുവാണ് ഉളുഹിയത്തിന് അനുയോജ്യമല്ലാത്തത്? ഉളുഹിയത്തിന് വേണ്ടി നമ്മൾ അതിനാവശ്യമായ ആട്, മാട്, ഒട്ടകത്തെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബർറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന 4 കാര്യങ്ങൾ കാണാൻ പറ്റും. അഥവാ പ്രകടമായ മുടന്തുള്ളവ, പ്രകടമായി കണ്ണ് കേടുള്ളവ, പ്രകടമായ രോഗബാധയേറ്റവ, അതുപോലെ തന്നെ മാംസവും ഇറച്ചിയുമൊന്നുമില്ലാത്ത മെലിഞ്ഞൊട്ടിയിട്ടുള്ള ഈ ന്യൂനതകളൊക്കെയുള്ള, പ്രകടമായി കാണുന്ന ന്യൂനതകളുള്ള ആട്, മാട്, ഒട്ടകത്തെയൊന്നും ബലിയറുക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വാൽ നഷ്ടപ്പെട്ടത്, മൂക്ക് മുറിഞ്ഞത്, ചുണ്ട് മുറിഞ്ഞത് എന്നിവയൊക്കെ ഉളുഹിയത്തിന് വേണ്ടി ബലിയറുക്കാൻ വേണ്ടി വാങ്ങുന്നത് കറാഹത്തായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഹ്കാമുൽ ഉളുഹിയ എന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ രചിച്ചിട്ടുള്ള കൃതിയിൽ കൃത്യമായിട്ട് നാം വാങ്ങേണ്ടുന്ന അല്ലെങ്കിൽ ഉളുഹിയത്തിന് നാം വാങ്ങേണ്ടുന്ന
ആടിനെയോ മാടിനെയോ ഒട്ടകത്തെയോ ഒക്കെ ഏത് രൂപത്തിലുള്ളതായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിലക്കും പ്രകടമായ ന്യൂനതകളുള്ള ഒന്നിനെയും വാങ്ങാൻ പാടില്ല. അതോടൊപ്പം തന്നെ 5 വയസ്സെത്തിയിട്ടുള്ള ഒട്ടകത്തെയാണ് ബലിയറുക്കേണ്ടത്. 1 വയസ്സെത്തിയിട്ടുള്ള ആടും അതുപോലെ തന്നെ 2 വയസ്സിലുള്ള മാടുമാണ് ബലിയറുക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുകയും ഉളിയത്ത് കർമ്മത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് എന്ന് കാണാൻ പറ്റും. അടുത്ത ചോദ്യം ദുൽഹിജ്ജയിൽ ഉദ്ഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകളുടെ സുന്നത്തുമായി ബന്ധപ്പെട്ടാണ്. ദുൽഹിജ്ജ 1 മുതൽ ഉദ്ഹിയത്ത് വരെ നഖവും മുടിയും വെട്ടാതിരിക്കൽ സുന്നത്താണെന്ന് പൊതുവെ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു സുന്നത്ത് ആർക്കെല്ലാമാണ് ബാധകം? ഉദ്ഹിയത്ത് ഉദ്ദേശിക്കുന്ന നിർവഹിക്കുന്ന ആൾക്ക് മാത്രമാണോ, അതോ കുടുംബം മുഴുവനുമോ അത് നിർവഹിക്കേണ്ടതുണ്ടോ? മറ്റൊന്ന്, ഇനി ഈ കാലയളവിൽ എങ്ങാൻ നഖവും മുടിയും വെട്ടിക്കഴിഞ്ഞാൽ അത് ഉദ്ഹിയത്തിന്റെ സ്വീകാര്യതനെ ബാധിക്കുമോ, ഉദ്ഹിയത്ത് ബാത്തിലായി പോകുമോ എന്നുള്ള ചോദ്യമാണ്. ഉളിയത്ത് കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സാധാരണ ആളുകൾക്കിടയിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഉളുഹിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാലിക്കേണ്ടുന്ന ഒരു വലിയ അദബായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അൻ ഉമ്മി സലമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല ഇദാ റഅയ്തും ഇലാല, നിങ്ങൾ ഇലാലിനെ കണ്ടാൽ, ദിൽഹിജ്ജ അഥവാ ദിൽഹിജ്ജയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ, വ അറാദ അഹദുക്കും, നിങ്ങളിൽ ആരാണോ ഉളുഹിയത്ത് കർമ്മത്തെ പ്രതീക്ഷിക്കുകയും അതിന് താല്പര്യപ്പെട്ട് ഉളുഹിയത്ത് കർമ്മത്തിലേക്ക് നെയ്യത്ത് വെക്കുകയും കരുതുകയും ചെയ്തിട്ടുള്ള ആൾ, ഫൽയുംസിക് അൻ ഷഅരിഇ വ അൽഫാരിഇ, അവനവൻ്റെ മുടിയും നഖവുമൊക്കെ അത് പിടിച്ചു വെക്കട്ടെ, അത് നീക്കം ചെയ്യാൻ പാടില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉളുഹിയത്ത് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു മുസ്ലിം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദുൽഹിജ്ജ 1 മുതൽ ആ ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെ തൻ്റെ ശരീരത്തിലെ നഖവും മുടിയും തൊലിയുമൊന്നും ബോധപൂർവം നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ ഉളുഹിയത്ത് കർമ്മം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് അത് നിർവഹിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി മുടി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മീശ, അതുപോലെ തന്നെ താടി, അതുപോലെ കക്ഷ രോമം, ഗുഹ്യരോമം, ഇതൊന്നും നീക്കം ചെയ്യാൻ ആ സമയത്ത് പാടുള്ളതല്ല. ഇനി ഒരാള് ദുൽഹിജ്ജന്റെ തുടക്കം അഥവാ 1-2 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഉളിയത്ത് കർമ്മത്തിലേക്ക്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാമ്പത്തിക ശേഷിയും ഒരു താല്പര്യവും ഒക്കെ കടന്നു വരുന്നുവെങ്കിൽ ആ ദിവസം മുതൽ ദുൽഹിജ്ജ അല്ലെങ്കിൽ ഉളിയത്ത് കർമ്മം കഴിയുന്നത് വരെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നഖവും മുടിയും തൊലിയും ഒന്നും നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും ഈ ഉളിയത്ത് കർമ്മത്തിന് വേണ്ടി അതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി തൻ്റെ മുടിയോ നഖമോ ഒക്കെ മുറിച്ചു കളഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉളിയത്ത് ബാത്തിലായി പോകുമോ എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഉലമാക്കൾ പഠിപ്പിക്കുന്നത് അത് ഒരു കറാഹത്തായ കാര്യമാണ്. പക്ഷേ അതിന് പ്രായശ്ചിത്തമോ അല്ലെങ്കിൽ അതിന് വേറെ അദ്ദേഹത്തിൻ്റെ ഉളിയത്ത് നഷ്ടപ്പെട്ടു പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഉളിയത്തിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അദബായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച കാര്യമാണ്, നഖവും മുടിയും തൊലിയുമൊന്നും ബോധപൂർവം ഈ ഉളിയത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെ അത് നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. മറ്റൊന്ന്, ഉദ്ഹിയത്തിൽ ഷെയർ കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ എന്തൊക്കെയാണ് ഷെയർ കൂടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? ഏതെല്ലാം ഉരുവിൽ എത്ര എണ്ണം വരെ ഷെയർ കൂടാം? അതിൽ പങ്കാളികളുടെ എണ്ണത്തിന് ഏതെങ്കിലും തരം എണ്ണങ്ങൾക്ക് പ്രത്യേകതയോ പവിത്രതയോ ഉണ്ടോ? ഉദാഹരണത്തിന് ഒറ്റയാക്കാനുള്ള നിർദ്ദേശങ്ങളോ മറ്റോ മറ്റാരാധനാ കർമ്മങ്ങളെ പോലെ ഇവിടെയുണ്ടോ? അതുപോലെ ഒരു ഷെയറിൽ ഇപ്പോൾ പരമാവധി ഷെയർ കൂടുന്ന സാഹചര്യങ്ങളിൽ പോലും ഒരു ഷെയറിൽ ഒന്നിലധികം ആളുകൾക്ക് ഭാഗമാകാൻ പാടുണ്ടോ? പരമാവധി ഷെയർ കൂടുന്ന സമയത്ത് പ്രത്യേകിച്ചും. ഈ ഷെയറുമായി ബന്ധപ്പെട്ട് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥൻ അദ്ദേഹം ഉളിയത്ത് കർമ്മത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, ഒരു ആടിനെ തന്നെ പൂർണ്ണമായിട്ട് ബലിയറുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥൻ തൻ്റെ കുടുംബത്തെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ആടിനെ ബലിയറുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. എന്നാൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഒരു ആടിനെ ബലിയറുക്കാൻ സാധ്യമല്ല എങ്കിൽ മാടിലേക്ക് വരുന്ന സമയത്ത് 1 മുതൽ 7 വരെയുള്ള ഷെയർ
ഏഴ് വരെയുള്ള ഷെയറിലെ ഏതെങ്കിലും ഒരു ഷെയറിൻ്റെ ഭാഗമാകാൻ അദ്ദേഹത്തിന് പറ്റും. ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഷെയർ ഇല്ല. എന്നാൽ മാടിലേക്ക് വരുന്ന സമയത്ത് 7 വരെയുള്ള ഷെയറിലേക്ക് ഒരാൾക്ക് വരാവുന്നതാണ്. എട്ടാമത്തെ ഷെയർ എന്ന് പറയുന്നതൊന്നില്ല. മറിച്ച് 7 വരെയുള്ള ഒരു ഷെയറിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ ആ മനുഷ്യൻ്റെ വ്യക്തിയുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അദ്ദേഹത്തിന് സാധ്യമാകുന്ന ഷെയർ എത്രയാണോ ആ ഷെയറാണ് അദ്ദേഹം കൂടാവുന്നത്. ഇനി തൻ്റെ കുടുംബത്തെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ആരാണോ ഷെയർ കൊടുക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമാണ് ഉളുഹിയത്തിൻ്റെ എല്ലാ നിയമങ്ങളും ബാധകമാവുക. അദ്ദേഹത്തിന് മാത്രമാണ് ഉളുഹിയത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നഖമോ മുടിയോ തൊലിയോ ഒന്നും നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയത്തിന് അദ്ദേഹം കൊടുത്ത ഷെയറിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ അദബുകളൊക്കെ പാലിക്കേണ്ടതാണ്. ഇനി ഒരു പിതാവ്, ആ പിതാവിന് ഒരു ഷെയർ പൂർണ്ണമായിട്ട് കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ മകനോട് ആവശ്യപ്പെടാണ്. ആ മകൻ പിതാവിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മകന് പൂർണ്ണമായിട്ട് ഒരു ഷെയർ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, പിതാവ് മകനെ സഹായിക്കുകയാണ് എങ്കിൽ ഇതിൽ ആർക്കാണ് ഉളുഹിയത്തിൻ്റെ പ്രതിഫലം ലഭിക്കുക? ആർക്കാണ് അത് നിയമം ബാധകമാവുക? ആരാണോ ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്കാണ് അതിൻ്റെ ബാധ്യത വരുന്നത്. ആ വ്യക്തിക്കാണ് അതിൻ്റെ നിയമങ്ങൾ ബാധകമാകുന്നത്. മകന് പിതാവിന് വേണ്ടി ഒരു ഷെയറിലേക്ക് ആവശ്യമായ പണം കൊടുത്തുവെങ്കിൽ മകന് ആ പിതാവിന് കൊടുത്തതിൻ്റെ, പിതാവിനെ സഹായിച്ചതിൻ്റെ, സ്വതക്കയുടെ, ആ പിതാവിന് നൽകിയതിൻ്റെ പ്രതിഫലമാണ് മകന് ലഭിക്കുക. എന്നാൽ പിതാവാണ് ആ ഷെയർ കൊടുത്തതെങ്കിൽ പിതാവിനാണ് ആ ഷെയറിൻ്റെ നിയമം ബാധകമാകുന്നതും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഷെയർ 2 പേര് തമ്മിലോ 3 പേര് തമ്മിലോ കൂടി ഒരു ഷെയർ ആവുക എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല. ഒരുവിനെ അതിൻ്റെ വിലയെ കണക്കാക്കി 7 വരെയുള്ള ഷെയറാണ് കൊടുക്കുക. ആ 7 വരെയുള്ള ഷെയറിൽ ഓരോരുത്തർക്കും സാധ്യമാകുന്ന 2ഓ 3ഓ ഒക്കെ അതിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഇനി ഒറ്റയായ എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാമിൽ ഇല്ല. ഒരാൾക്ക് സാധ്യമാകുന്ന 2 ആണെങ്കിൽ 2ൻ്റെ ഷെയർ കൊടുക്കുക, 4 ആണെങ്കിൽ 4 കൊടുക്കുക. അല്ലാതെ 1, 3, 5, 7 എന്നെത്തുന്ന രൂപത്തിലേക്ക് അതിന് പ്രത്യേക പ്രതിഫലമോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥാനമോ ഒന്നും കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ സംശയം വരുന്നൊരു കാര്യം, ഇസ്ലാമിലെ പല കാര്യങ്ങൾക്കും ഒറ്റയായതിന് പ്രാധാന്യം കൊടുക്കുക നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഷെയർ കൂടുന്നിടത്ത് ഈ 2 പേര് ഷെയർ കൂടുക എന്നതിനപ്പുറം അത് 3 ആയാൽ അല്ലെങ്കിൽ 5 ആയാൽ 7 പേര് വരെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേക സ്ഥാനമോ അല്ലെങ്കിൽ പ്രത്യേക അതിന് മഹത്വമോ ഉണ്ട് എന്നൊക്കെ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾ സംശയം ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും സാധ്യമാകുന്ന രൂപത്തിൽ 2 പേർക്കാണെങ്കിൽ 2 പേര്, 4 പേർക്കാണെങ്കിൽ 4 പേര്, അവർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ എത്രയാണോ അതിൻ്റെ ഷെയറിലേക്ക് വരാവുന്നതാണ്. അവിടെ ഒന്നും ഒറ്റയാക്കുന്നതിൻ്റെ ഒരു സ്ഥാനമോ അല്ലെങ്കിൽ അതിന് പ്രത്യേക പ്രതിഫലമോ ഒന്നും ഇസ്ലാം പറയുന്നില്ല. ഒരു വ്യക്തിക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുക അതാണ് കൊടുക്കേണ്ടത്. അള്ളാഹു ആ കൊടുക്കാൻ ആ മനുഷ്യൻ സന്നദ്ധനാകുന്നതിൻ്റെ അള്ളാഹു പരിഗണിക്കുന്നത്, അല്ലാതെ അള്ളാഹു അതിൻ്റെ മറ്റു വശങ്ങളെ പറ്റി അള്ളാഹു നോക്കുന്നില്ല എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഏതെല്ലാം ദിവസങ്ങളിലാണ് ഉളുഹിയത്ത് അറക്കാൻ പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ളത്? അതിൽ പ്രത്യേക പവിത്രതയുള്ള ഏതെങ്കിലും സമയമോ ദിവസങ്ങളോ ഉണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. സുമ്മ ഖതബ, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചു. സുമ്മ ദബഹ, സുമ്മ നഹറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിയറുത്തു എന്നാണ്. അഥവാ ദുൽഹിജ്ജ 10 നമസ്കാരം കഴിഞ്ഞ് ഖുതുബ നിർവഹിച്ചതിന് ശേഷം ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ 10 പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഉളുഹിയത്ത് അറക്കുക എന്നതാണ് അതിലേറ്റവും പ്രബലമായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയം അതാകുന്നു. എന്നാൽ അതിനുശേഷം അയ്യാമു തശ്രീക്കിൻ്റെ ദുൽഹിജ്ജ 13 ളുഹ വരെയുള്ള സമയത്ത് വരെ ഈ ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാവുന്നതാണ്. അതുവരെയുള്ള സമയങ്ങളിൽ ആ സാധ്യമായ സമയത്തോ സന്ദർഭത്തിലോ ഒക്കെ ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കുകയും ആ ഉളുഹിയത്തിൻ്റെ മാംസം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ ദുൽഹിജ്ജ 10 മുമ്പേ
ആരെങ്കിലും ഉലുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നുവെങ്കിൽ അത് ഉലുഹിയത്ത് കർമ്മമല്ല, മറിച്ച് അതിൻ്റെ മാംസം മാത്രമാണ് അവന് ലഭിക്കുന്നത്. അതിൻ്റെ ഉലുഹിയത്തിൻ്റെ ഒരു മഹത്വവും അവന് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ദുൽഹിജ്ജ 10-ന് ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഏറ്റവും പ്രബലമായ സമയം, ഏറ്റവും മഹത്തമായ സമയം, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അയ്യാമു തശ്രീക്കിൻ്റെ ദുൽഹിജ്ജ 13-ന്റെ മഗ്‌രിബിന്റെ സമയം വരെ ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാവുന്നതാണ്. കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചതുപോലെ, അള്ളാഹു പഠിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകാര്യമായിട്ടുള്ള ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാനും പെരുന്നാൾ ആഘോഷങ്ങൾ നിർവഹിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.